ഓക്കെ, രാജ്യം വിടാനുള്ള പ്ലാനാണ്. ഇംഗ്ലീഷ് പരീക്ഷ എഴുതണം, ബട്ട് IELTS എഴുതണോ PT എഴുതണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വെൽക്കം ടു PT സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് മലയാളത്തിലും പഠിക്കാം. PT റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാ 2 ദിവസത്തിലും ചെയ്യും. എന്റെ കണ്ടന്റ്സ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ആൻഡ് PT റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. ഞാൻ പേഴ്സണലി അതിന് റിപ്ലൈ തരും ആസ് സൂൺ ആസ് പോസിബിൾ. യൂട്യൂബ് വഴിയുള്ള പഠനമൊന്നും പോരാന്ന് തോന്നുന്നവർക്ക് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പെയ്ഡ് യെറ്റ് വെരി മച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്പം കിട്ടും. ആൻഡ് വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. സോ ഇന്നത്തെ ചിന്താ വിഷയം വൈ ഐ ചോസ് PT ഓവർ IELTS. ആരംഭിക്കലാങ്കളാ. ഫസ്റ്റ്, ഇറ്റ് ഈസ് ഈസിയർ ദാൻ IELTS. IELTS എന്ന് പറഞ്ഞാൽ ബേസിക്കലി അക്കാഡമിക് ഓർ പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ ഇംഗ്ലീഷ് ടു ഫംഗ്ഷൻ ഇൻ പ്രൊഫഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. നിങ്ങൾ വിദേശത്തൊരു ജോലി സ്ഥലത്ത് കയറിയാലോ, നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കയറിയാലോ, അങ്ങനത്തെ സെറ്റിംഗ്സിൽ അവിടെ ഉണ്ടാവുന്ന ടാസ്കുകൾ തന്നിട്ട് നിങ്ങൾ അതിലെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അതായത് മോർ എംഫസിസ് ഓൺ ഫോർമൽ ഇംഗ്ലീഷ്. ഓർഗനൈസേഷൻസിലും പ്രൊഫഷണൽ സെറ്റിംഗ്സിലും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഫോർമൽ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് വൊക്കാബുലറി, ഗ്രാമർ ആൻഡ് സെന്റൻസ് ഫ്രെയിമിംഗ്, ഭയങ്കര കിടിലം വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളെ ലിംഗ്വിസ്റ്റിക് റേഞ്ച് അത്രത്തോളം വൈഡ് ആണെന്ന് കാണിക്കേണ്ടി വരും. മാത്രമല്ല ഗ്രാമർ, സെന്റൻസ് ഫ്രെയിമിംഗ് ഇതൊക്കെ കിടിലമായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ IELTS നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ദെൻ PTയുടെ അവസ്ഥ എന്താ? PT എന്ന് പറഞ്ഞാൽ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? എവറി ഡേ, അതായത് കൊളോക്കിയൽ, നമ്മൾ എന്നും ചെന്ന് സംസാരിക്കുന്ന ഇംഗ്ലീഷാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോർ എംഫസിസ് ഓൺ ഇൻഫോർമൽ ഇംഗ്ലീഷ്. ഇൻഫോർമൽ ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നു. ഇപ്പൊ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കും. നിങ്ങളിപ്പം അമേരിക്കയിൽ പോയി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ പോയി എന്ന് വിചാരിച്ചോ, UK പോയി എന്ന് വിചാരിച്ചോ, നിങ്ങൾ അവിടുത്തെ ഒരാളെ കാണുന്നു, അവിടുത്തെ ഒരു സിറ്റിസനെ കാണുമ്പോൾ അവിടുത്തെ എങ്ങനെ സംസാരിക്കും? അവിടുത്തെ നിങ്ങൾ പറയണയൊക്കെ കറക്റ്റായിട്ട് നിങ്ങളെ ഐഡിയാസ് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? അവർ പറയണയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളാണ് PT ചെക്ക് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷ് സ്കിൽസ് ഇനഫ് ടു സർവൈവ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻ. നിങ്ങളൊരു മാർക്കറ്റിൽ പോയ ഒരു സാധനം വാങ്ങാനോ, നിങ്ങൾ അവിടുത്തെ ഓണറുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റണം ഇംഗ്ലീഷിൽ. അവർ വല്ലതും പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് ഒരു പെഡസ്ട്രിയന് കണ്ണ് കണ്ടുകൂടാ, അയാൾ ഇവിടെ എഴുതി വെച്ചിരിക്കണ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്കില്ലുണ്ടോ? ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളാണ് PT അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിൽ ചെയ്യുന്ന നമ്മൾ വൊക്കാബുലറീസ്, കളോക്കേഷൻസ്, അവിടെയാണ് ഈ കളോക്കേഷൻസിന്റെ കോൺസെപ്റ്റ് കയറി വരുന്നത്. കളോക്കേഷൻസ് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ള ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ടാൽ മതി, കളോക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, ഡെയിലി യൂസ് ചെയ്യുന്ന കളോക്കേഷൻസ്, സിമ്പിൾ ഗ്രാമർ, അതായത് വലിയ ഹിമാലയൻ IELTS വേണ്ടതുപോലത്തെ ഹിമാലയൻ സ്കിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമർ അറിഞ്ഞിരിക്കണം. സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റണം. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസുകൾ ഫ്രെയിം ചെയ്യാനുള്ള കഴിവുണ്ടോ? നോ ദ ബേസിക്സ്. ബേസിക്കലി ഇത്ര തന്നെ. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ അറിയാമോ, PTA നിങ്ങൾക്ക് പുട്ടുപോലെ പാസ്സാകാൻ പറ്റും. സെക്കൻഡ് റീസൺ ആൻഡ് ദ മോസ്റ്റ് ഒബ്വിയസ് റീസൺ ഈസ് മോർ സ്കോറിംഗ് ദാൻ IELTS. ഞാൻ IELTS PTയിലോട്ട് ചാടാനുള്ള മെയിൻ റീസൺസ്, PTയിൽ സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. സ്കോർ ഹയർ ദാൻ IELTS ഈവൻ വിത്ത് ആൻ ആവറേജ് ഇംഗ്ലീഷ് നോളജ്. നിങ്ങൾ അത്ര മറ്റേ ഷേക്സ്പിയർ ഒന്നും ആവണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ? വേറൊരു ഇംഗ്ലീഷുകാരൻ നിങ്ങൾക്ക് പറയണത് മനസ്സിലാവുമോ? അവിടെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ? അത് മതി നിങ്ങൾക്ക് PTയിൽ നല്ല മാർക്ക് വാങ്ങാൻ. മനസ്സിലായോ? ബേസിക് കാര്യങ്ങളാണ് നിങ്ങളെ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ലൂപ്പ് ഹോൾസ്, ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ഈ സംഭവം ഈ PTയിനകത്ത് കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ടിപ്സും ട്രിക്സും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ എളുപ്പ വഴിയിൽ നടത്താം. അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെന്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ അവെയർ ആണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് അടിപൊളി സ്കോർ അടിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ടെംപ്ലേറ്റ്സ്. IELTSൽ ടെംപ്ലേറ്റ് വർക്കാവത്തില്ല, മിക്ക ടാസ്കുകൾക്കും വർക്കാവത്തില്ല. കാരണം അവിടെ ഹ്യൂമൻ ഇവാലുവേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റ് ഉപയോഗിച്ചാൽ പൊട്ട മാർക്ക് കിട്ടും. പക്ഷെ PTയിൽ നേരെ തിരിച്ചാണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രീ സെറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. അത് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. കാരണം ടെംപ്ലേറ്റ്സ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാർക്കിംഗ് ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ചാണ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മാർക്കിംഗ് ക്രൈറ്റീരിയ മീറ്റ് ആവുന്ന പല കാര്യങ്ങളും മീറ്റ് ആവുന്ന രീതിയിൽ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് അത് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ യു വിൽ സ്കോർ ഹയർ ഇൻ PT. ആൻഡ്
ട്രസ്റ്റ് മീ, ഇത് ഭയങ്കര എളുപ്പമാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നോ നീഡ് ടു ഫേസ് എ ഹ്യൂമൻ ഇൻ PTE. നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് എടുക്കുകയാണെന്ന് തന്നെ വിചാരിച്ചു. IELTS-ല് റീഡിങ്ങും ലിസണിങ്ങും കമ്പ്യൂട്ടർ ആയിരിക്കും അസസ് ചെയ്യണം, പ്രശ്നമില്ല. റൈറ്റിങ്ങും സ്പീക്കിങ്ങും നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് എഴുതിയെങ്കിൽ പോലും അസസ് ചെയ്യുന്ന ഹ്യൂമൻ ആയിരിക്കും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ പോലും ഹ്യൂമൻ ആയിരിക്കും അസസ് ചെയ്യുന്നത്. സ്പീക്കിംഗ് എന്തായാലും ഹ്യൂമൻ ആയിരിക്കും അസസ് ചെയ്യണത്, മനസ്സിലായി. ആൾക്കാർ അസസ് ചെയ്യണമെന്നുണ്ട് തന്നെ ഹ്യൂമൻ എറേഴ്സ് മൈറ്റ് ക്രീപ്പിൻ. ഇപ്പം ഒരാളുടെ മൂഡ് ശരിയല്ലെങ്കിൽ ചിലപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറവ് മാർക്ക് കിട്ടിയേക്കാം. ചിലപ്പോൾ മൂഡ് അടിപൊളിയാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കിട്ടാം. ബട്ട് ഭയങ്കര റിസ്കിയാണ്. ഓൾസോ യു ആർ സസെപ്റ്റബിൾ ടു പെർഫോമൻസ് ആങ്സൈറ്റി. ഞാൻ എന്തുകൊണ്ട് PT എടുത്തു? എനിക്കൊരു ഹ്യൂമനെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നതിനെക്കാട്ടിലും എളുപ്പം ഒരു കമ്പ്യൂട്ടറിനെ ഫേസ് ചെയ്താണ് ആൻസർ ചെയ്യുന്നത്. അതുകൊണ്ട് പെർഫോമൻസ് ആങ്സൈറ്റി വരാം, നിങ്ങൾ വിൽക്കാം, നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷ് പറയുമായിരിക്കും, പക്ഷെ നിങ്ങൾ തെറ്റിച്ചൊക്കെ പറഞ്ഞാൽ സെന്റൻസ് ഫോർമേഷൻ പ്രശ്നമാവും, ടെൻഷൻ കാരണം ഓവറാക്കി കൊളവാക്കണ പരിപാടികളൊക്കെ നിങ്ങൾ IELTS ചെയ്യും. ബട്ട് ദെൻ PT ഈസ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണതും ഫുൾ കമ്പ്യൂട്ടറിൽ, 4 സെക്ഷൻസും കമ്പ്യൂട്ടറിലാണ് അറ്റൻഡ് ചെയ്യണത്. കമ്പ്യൂട്ടറാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂപ്പ് ഹോൾസ്, ടിപ്സ് ആൻഡ് ട്രിക്സ് അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിന് എന്ത് വേണം അത് കൊടുത്താൽ നിങ്ങൾക്ക് ഹൈ സ്കോർസ് കിട്ടും. സോ ഇറ്റ് ഈസ് വെരി മച്ച് റിവാർഡിംഗ്. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടൈപ്സ് ആൻഡ് മാർക്കിംഗ് ക്രൈറ്റീരിയ. ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ്. PTയിലോട്ട് ആൾക്കാർ വരും, പക്ഷെ ക്വസ്റ്റ്യൻ ടൈപ്സും മാർക്കിംഗ് ക്രൈറ്റീരിയ കാണുമ്പോൾ ഇത് തല കറങ്ങി, അയ്യോ ഇത് ഭയങ്കര ഓവറാണ്, അയ്യോ ഇതൊന്നും എനിക്ക് പറ്റില്ല, നമുക്ക് വീണ്ടും IELTS-ലോട്ട് പോകാം, അങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ആഴ്ച IELTS പ്രിപ്പയർ ചെയ്ത് PTയിലോട്ട് വന്നപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ടൈപ്സ് ആദ്യം നോക്കിയപ്പോൾ ഇത് എന്താണ്, എന്ത് തേങ്ങയാണോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവണല്ലോ, ഈ അവസ്ഥയായിരുന്നു എൻ്റെത്. ബട്ട് ദെൻ അത് ഞാൻ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി കോംപ്ലിക്കേറ്റഡ്. സീംസ് സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് ഇൻ IELTS. കാരണം IELTS-ൽ സ്പീക്കിങ്ങിലോട്ടേ മാർക്കുള്ളൂ, റൈറ്റിംഗ് മോഡ്യൂൾ റൈറ്റിങ്ങിന്റെ മാർക്ക് കിട്ടത്തുള്ളൂ, ലിസണിങ് റൈറ്റ്, റീഡിങ്ങിന്റെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിക്സ് ചെയ്തല്ല മാർക്കിങ്. ബട്ട് ദെൻ PTയില് മിക്സ്ഡ് ആണ്, ഇന്റഗ്രേറ്റഡ് മോഡ്യൂൾസ് ആണ്, ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് ആണ്. അതുകൊണ്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും. നിങ്ങളെ PTയില് സ്പീക്കിംഗ് സെക്ഷനിൽ നിന്ന് ലിസണിങ്ങിലോട്ട് റീഡിങ്ങിലോട്ടും മാർക്കുണ്ട്, റൈറ്റിംഗ് സെക്ഷനിൽ നിന്ന് റൈറ്റിംഗിലോട്ട് മാത്രമേ മാർക്കുള്ളൂ. ബട്ട് റീഡിംഗ് സെക്ഷനിൽ നിന്ന് ലിസണിങ്ങിലോട്ട് റൈറ്റിംഗിലോട്ടും മാർക്കുണ്ട്, ലിസണിംഗ് സെക്ഷനിൽ നിന്ന് റൈറ്റിംഗിലോട്ടും റീഡിംഗിലോട്ടും മാർക്കുണ്ട്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫസ്റ്റ് ഗ്ലാൻസിൽ തോന്നിയേക്കാം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. കുറച്ച് ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറിയ നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. സോ പുറമേ നോക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് PTയുടെ സ്കോറിംഗ് ക്രൈറ്റീരിയയും മാർക്കിംഗ് ടൈപ്സും ക്വസ്റ്റ്യൻ ടൈപ്സ് ഒക്കെ തോന്നുമെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി വെരി വെരി സിമ്പിൾ. അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ സെയിം റേറ്റ് ആണ്. അതായത് നിങ്ങൾ 2024 ബുക്ക് ചെയ്താൽ IELTS-നും 17,000 രൂപയാണ്, PTക്കും 17,000 രൂപയാണ്. അത് ഇവരൊക്കെ ബിസിനസ് അല്ലേ ബേസിക്കലി. അപ്പൊ ഒന്നിന് കൂടുതൽ പൈസയൊന്നും വയ്ക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ IELTS ഇനി ഫ്യൂച്ചറിൽ മാർക്ക് പൈസ കൂടുമെങ്കിൽ അതിനനുസരിച്ച് PTക്കും കൂടും. അതുകൊണ്ട് ഇത് തമ്മിൽ റേറ്റിനും വ്യത്യാസമൊന്നുമില്ല. സെയിം വാലിഡിറ്റി. നിങ്ങൾ IELTS എഴുതിയാലും PT എഴുതിയാലും 2 വർഷത്തെ വാലിഡിറ്റിയാണ്. നിങ്ങൾ എഴുതണതിന്റെ അന്ന് തൊട്ട് ഇതേ സ്കോർ നിങ്ങൾക്ക് 2 വർഷം എവിടെ പോകണമെങ്കിലും ഉപയോഗിക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിയണം. PT അക്സെപ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാൽ 1 ഓസ്ട്രേലിയ, 2 ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡാണ് പ്രൈമറിലി PT ഫോക്കസ് ചെയ്ത് ലോഞ്ച് ചെയ്ത സമയത്ത് ഈ 2 നേഷൻസിനായിട്ടാണ്. അതുകൊണ്ട് ഈ 2 നേഷൻസിലോട്ട് ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണമെങ്കിലും വിസ പ്രൊസീജിയേഴ്സിനാണ്, മൈഗ്രേഷൻ പ്രൊസീജിയേഴ്സിനാണ് അപ്ലൈ ചെയ്യണമെങ്കിലും PT അക്കാഡമിക് സ്റ്റാൻഡേർഡ് ആണ്. PT അക്കാഡമിക് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എഴുതാം. പിന്നെ കാനഡ, USA, UK ഈ 3 കൺട്രീസും അഡീഷണലി PT അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ടോപ്പ് യൂണിവേഴ്സിറ്റീസ്, മിക്ക യൂണിവേഴ്സിറ്റീസും ഈ 3 കൺട്രീസിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യണോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെയ്ത് നിങ്ങളെ കോഴ്സ്, നിങ്ങൾക്ക് പർട്ടിക്കുലർലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സ് സെർച്ച് ചെയ്യുക. അതിനകത്ത് ഇംഗ്ലീഷ് പ്രൊഫഷൻസിൽ പോവുക. IELTS മിക്കവാറും കാണും. IELTSന്റെ കൂടെ PT ഉണ്ടെങ്കിൽ എന്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ PT എഴുതുക എന്നാണ്. PT ഇല്ലെങ്കിൽ മാത്രം IELTSനെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുക. അങ്ങനെ ഇരിക്കെ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി അക്സെപ്റ്റഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, IELTS ആണ് വൈഡ്ലി അക്സെപ്റ്റഡ്, മോസ്റ്റ് പോപ്പുലർ. മിക്കവർക്കും PTനെ പറ്റി അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടായിരിക്കും മിക്കവർക്കും PTനെ പറ്റി അറിയുന്നത്. ബട്ട് ദെൻ IELTS ഇസ് വെരി വെരി റിസ്കി. IELTS എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങണ അവസ്ഥയാണ്. 17,000 രൂപയും കൊടുത്ത് അത്രയ്ക്ക് കിടില ഇംഗ്ലീഷ് അല്ലെങ്കിൽ നല്ല
നിങ്ങൾക്ക് ആവശ്യമുള്ള മാർക്കും കിട്ടത്തില്ല, ധനനഷ്ടം, മാനഹാനി. അതുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടൈം ഈസ് മണി. നിങ്ങളുടെ ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മണിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. PT അക്സെപ്റ്റഡ് ആണെങ്കിൽ PT തന്നെ എഴുതുക. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ദ സെയിം തിങ്. എന്താണ് IELTS, എന്താണ് PT? രണ്ടും ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. മനസ്സിലായോ? രണ്ടും അസസ് ചെയ്യണം നിങ്ങൾ എന്തൊക്കെയാ, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ്. IELTSഉം PTയും അസസ് ചെയ്യുന്ന ഇത് തന്നെയാണ്. IELTS PT-നെക്കാട്ടിലും ബെറ്റർ ആണെന്നോ PT IELTS-നെക്കാട്ടിലും ബെറ്റർ ആണെന്നോ ഞാൻ പറയുന്നില്ല. രണ്ടും ഒരേ കാര്യമാണ്. ബട്ട് ദെൻ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, PT ഈസ് ഈസിയർ ദാൻ IELTS. അതായത് നിങ്ങളെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളെ കൺട്രി ഇത് PTയും IELTSഉം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ PT എഴുതണമായിരിക്കും ബുദ്ധി. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ലീവ് യുവർ ഈഗോ ബിഹൈൻഡ് ആൻഡ് വർക്ക് സ്മാർട്ട്. നിങ്ങളെ സമയം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ സെൽഫ് എസ്റ്റീം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിനനുസരിച്ച് സ്മാർട്ട് വർക്ക് ചെയ്യുക. ഫസ്റ്റ് ട്രൈ തന്നെ കറക്റ്റ് ഡയറക്ഷനിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ PT ഫസ്റ്റ് ട്രൈ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള സ്കോർസ് കിട്ടും. ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരു കിട്ടുന്ന സ്കോർ വാങ്ങിച്ചാൽ അത് സെൽഫ് എസ്റ്റീമിനും കൂടെ ഒരു ബൂസ്റ്റാണ്. അതുകൊണ്ട് നേരാവണ്ണം പെരുമാറാം. ഓൾ ഇൻ ഓൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇതാണെങ്കിൽ PT എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അപ്രോച്ചിനെയാണ് PT എന്ന് പറയുന്നത്. ഓക്കെ, അതേസമയം IELTS എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് PTയും IELTSും തമ്മിലുള്ള വ്യത്യാസം. സോ മേക്ക് എ വൈസ് ഡിസിഷൻസ്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ദെൻ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും PT എഴുതണയാണ് ബുദ്ധി.